ഒരു വാർത്ത കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പിടികൂടുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. ഭർത്താവായ രാജേഷിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. കണ്ണൂർ പുതിയ തെരുവിൽ ബാറിൽ വെച്ച് ഇന്നലെ രാത്രിയാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. അതേസമയം ദിവ്യശ്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. പ്രതിയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. ദിവ്യശ്രീയുടെ സംസ്കാരം നാളെ നടക്കും. നമുക്ക് ആ സിസിടിവി ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. കണ്ണൂരിൽ പ്രതിയെ പിടികൂടുന്ന സിസിടിവി ദൃശ്യങ്ങളാണ്. ഭാര്യയെ വെട്ടിക്കൊന്ന പ്രതിയാണ്. വളരെ പെട്ടെന്ന് പോലീസ് എത്തുകയും കണ്ണൂരിലെ ഒരു ബാറിൽ നിന്ന് രാജേഷിനെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിസിടിവി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂർ പുതിയ തെരുവിൽ ബാറിൽ വെച്ച് ഇന്നലെ രാത്രിയിലാണ് പോലീസ് പിടികൂടിയത്. അതേസമയം ദിവ്യശ്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുമായി നിരന്തരമായി തർക്കമുണ്ടായിരുന്നു, ബഹളമുണ്ടായിരുന്നു. ഒരുപാട് പണം ഈ രാജേഷ് എന്ന് പറയുന്ന ആൾ ധൂർത്തടിച്ച് നശിപ്പിച്ചു എന്ന വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് അവിടെ ബാറിൽ രാജേഷ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ എത്തുന്ന പോലീസ് സംഘം ഇയാളെ പിടികൂടുന്നതുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത്. ഈ ബാറിൽ വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ദിവ്യശ്രീയുടെ സംസ്കാരം നാളെയാണ് നടക്കുക. സുവി വിശ്വനാഥൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇയാൾ കൊലപാതകത്തിന് ശേഷം ബാറിലായിരുന്നു. അതിനുശേഷം ഇയാളെ പിടിക്കുന്നു. പോലീസിന് കൃത്യമായ സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. കണ്ണൂരിലെ പോലീസ് ഉദ്യോഗസ്ഥയായ ദിവ്യശ്രീയെ ഭർത്താവായ രാജേഷ് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് ശേഷം മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. ഇന്നലെ രാത്രിയിൽ വെച്ചാണ് ഭർത്താവായ രാജേഷിനെ പോലീസ് പിടികൂടുന്നത്. കരിവള്ളൂർ പാലിയേരിയിലെ വീട്ടിൽ വെച്ചാണ് കൊലപാതകം നടന്നത് എങ്കിൽ ഒരു ബാറിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ബാറിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് സിസിടിവിയിൽ കാണാൻ സാധിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ചന്തേര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. ഈ യുവതിയെ വീട്ടിലെത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ ശബരിമല ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ദിവ്യശ്രീയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച അച്ഛനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഏറെ നാളായി ഈ പ്രതിയും, അതായത് ഭർത്താവായ രാജേഷും ഭാര്യയായ ദിവ്യശ്രീയും തമ്മിൽ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന്റെ കേസ് നിലനിൽക്കുകയായിരുന്നു. ഈ കേസ് ഇന്നലെ കോടതി പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാകാം ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി കരുതുന്നത്. ഏതായാലും ഈ രാജേഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത്. ഏതായാലും ദിവ്യശ്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ രാജേഷിനെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോലീസിന് നടത്താനുണ്ട്. അത് ഇന്നോ നാളെയോ ആയി നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു ബാറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പോലീസ് സംഘം വളരെ പെട്ടെന്നെത്തി. ഈ ബാറിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഭാര്യയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ്. പോലീസുകാരിയായ ഭാര്യയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കൂടിയാണ് ഈ രാജേഷ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജേഷ് അവിടെ ബാറിൽ മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലീസ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. സിസിടിവി ദൃശ്യങ്ങളാണ് കാണുന്നത്.